സദ്യയ്ക്ക് ഇലയുടെ തുമ്പിൽ ആദ്യം വിളമ്പുന്ന വിഭവം ഇഞ്ചിക്കറി. ആവശ്യമായ സാധനങ്ങൾ: ഇഞ്ചി കൊത്തിയെരിഞ്ഞത് 100 ഗ്രാം, വാളൻപുളി, ജീരകം 1 നുള്ള്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, ഉലുവാപ്പൊടി 1 ടീസ്പൂൺ, കുത്തരി വറുത്തത് 5 ടേബിൾ സ്പൂൺ, ഒരു പിടി മുഴുവൻ മല്ലി വറുത്ത് മൃദുവായി അരച്ചത്, പച്ചമുളക് 15 എണ്ണം, കറിവേപ്പില, ഉപ്പ്, അല്പം ശർക്കരയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിളക്കിയത്, വെളിച്ചെണ്ണ. പാൻ ചൂടാകുമ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. തിളയ്ക്കുമ്പോൾ യഥാക്രമം ഇഞ്ചി, പച്ചമുളക്, ഉപ്പ് എന്നിവ ചേർക്കുക. ഇഞ്ചിയുടെ തീക്ഷ്ണത കുറയ്ക്കാനുള്ള മാർഗം: ഉപ്പുപൊടി ചേർത്ത് തിരുമ്മി 3 പ്രാവശ്യം ഏറെ വെള്ളത്തിൽ കഴുകി അരിപ്പയിലിട്ട് വെള്ളം തോർത്തെടുക്കുക. ഇഞ്ചിയും മുളകും വറ്റിയ ശേഷം ഒരു പിടി മല്ലി വറുത്തരച്ചത് ചേർക്കുന്നതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിഴിഞ്ഞരിച്ച് വെച്ചിരിക്കുന്ന വാളൻപുളിയും അല്പം ഉപ്പും ചേർക്കുക. ഇളക്കി യോജിപ്പിച്ച് സിമ്മിട്ട് മൂടി വെച്ച് വറ്റിക്കുക. ഇതിലുള്ള പച്ചമുളകുകൾ അറ്റം പിളരാതെ നടുവശത്തായി കീറിയിട്ടിട്ടുള്ളവയാണ്. നന്നായി വറ്റിക്കഴിയുമ്പോൾ വറുത്തു വെച്ചിട്ടുള്ള ജീരകവും കുത്തരിയും ഒന്നിച്ച് പൊടിച്ച് അല്പം വെള്ളത്തിൽ കലക്കി ചേർക്കുക. ഒപ്പം തന്നെ കുറച്ച് ശർക്കര ഉരുക്കിയതിൽ 2 സ്പൂൺ പഞ്ചസാരയും ചേർത്തിളക്കി ഇതിൽ യോജിപ്പിക്കുക. പുറകെ തന്നെ 2 കതിർപ്പ് കറിവേപ്പിലയും ഇട്ട് ഉലുവാപ്പൊടിയും ചേർത്ത് 1 കപ്പ് തിളപ്പിച്ച് ചൂടുള്ള വെള്ളവും ചേർത്തിളക്കി മൂടി വയ്ക്കുക. അടിസ്ഥാനമായി ഈ വിഭവം ഉണ്ടാക്കാൻ ഇഞ്ചിയാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. കേരളത്തിൽ പലയിടങ്ങളിൽ പല രുചിഭേദങ്ങളിലാണ്. എൻ്റെ അടുക്കളയിൽ ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് വടക്കൻ കേരളത്തിൽ ഏവർക്കും പ്രിയപ്പെട്ട പുളിയിഞ്ചിയാണ്. ചാറ് കുറുകുമ്പോൾ മറ്റൊരു പാനിൽ 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് 1 സ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ 2 കതിർപ്പ് കരിവേപ്പിലയും അടർത്തിയിട്ട് മൂപ്പിച്ച് കറിയിൽ ഒഴിക്കുക. അങ്ങനെ നമ്മുടെ പുളിയിഞ്ചി തയ്യാറായി. ഈ ഓണക്കാലത്ത് ഇനിയും ഓണവിഭവങ്ങളുമായി നമുക്ക് കാണാം. എൻ്റെ വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.